ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ ഇവിടെ വായിച്ചത് യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യമാണ്. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവനു വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. യാക്കോബ് അപ്പോസ്തോലൻ ഇവിടെ പറയാണ്, നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ അനുതപിച്ച് ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ, നാം പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവുമായിട്ട് ആഴമായുള്ളൊരു ബന്ധത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, ദൈവത്തോട് നാം യാചിക്കുന്ന ഏത് കാര്യമായിരുന്നാലും ദൈവം അതിൻ്റെ മേലെ മറുപടി അയക്കുവാൻ ഇടയായിത്തീരും. ഇവിടെ പറയാണ്, നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. നീതിമാനായിരുന്ന് ഹൃദയശുദ്ധിയുള്ളവനായിരുന്ന് നിർമ്മല ഹൃദയത്തോടെ നല്ല മനസാക്ഷിയോടെ ദൈവസന്നിധിയിൽ അടുത്തു വന്നിട്ട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നാം പ്രാർത്ഥിക്കുമ്പോൾ, നാം ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവൻ ദീനക്കാരനായിരുന്നാൽ കർത്താവ് അവർക്ക് രോഗശാന്തി കൊടുക്കുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മോട് ഇവിടെ സംസാരിക്കുകയാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവസന്നിധിയിൽ നാം നമ്മെ തന്നെ താഴ്ത്തി നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ദീനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, അവരുടെ ഏതവസ്ഥയായിരുന്നാലും ദൈവം ക്ഷമിച്ച് അവരെ വിടുവിക്കുവാൻ ഇടയായിത്തീരും. സങ്കീർത്തനക്കാരൻ 34-ാം സങ്കീർത്തനം 15-ാം വാക്യത്തിൽ പറയാണ്, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. യഹോവയുടെ കണ്ണ് ഓരോ നിമിഷവും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നീതിമാന്മാരുടെ മേൽ കർത്താവിൻ്റെ കണ്ണ് ഏതു നേരവുമുണ്ട്. കർത്താവിൻ്റെ ചെവി അവരുടെ നിലവിളിക്ക് തുറന്നിരിക്കുകയാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം കർത്താവിൻ്റെ പാദപീഠത്തിലിരിക്കുമ്പോൾ, കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ സങ്കടങ്ങളെ പറയുമ്പോൾ, നമ്മുടെ അവസ്ഥകളെ നാം ഇറക്കി വയ്ക്കുമ്പോൾ, നമ്മുടെ രോഗാവസ്ഥയെ കണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ വേദന അറിഞ്ഞ് നമ്മുടെ നിലവിളി കേട്ട് നമുക്ക് വേണ്ടി ഉത്തരമരുളുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. നാം മടുത്തുപോകാതെ പ്രാർത്ഥിക്കുന്നവരായിത്തീരണം. നാം നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരായിത്തീരണം. വേദനയോടെ നാം പ്രാർത്ഥിക്കുന്നവരായിത്തീരണം. പരസ്പരം നാം പ്രാർത്ഥിക്കുന്നവരായിത്തീരണം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നീതിമാൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. നീതിമാനായിരുന്ന് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരുടെ ആ അവസ്ഥ കർത്താവ് അറിയുന്നുണ്ട്. ഏതവസ്ഥയിലൂടെ നീ കടന്നു പോയാലും, ഏത് വലിയ രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ നീ കടന്നുപോയാലും, നിൻ്റെ കണ്ണുനീര് താഴെ വീഴുമ്പോൾ, കർത്താവിൻ്റെ പാദപീഠത്തിൽ അത് വീഴുമ്പോൾ, കർത്താവ് അതിന് മറുപടി തരാതെ പോകത്തില്ല. ദൈവം വിടുവിക്കുക തന്നെ ചെയ്യും. ദൈവം പ്രതിഫലം തരിക തന്നെ ചെയ്യും. ദൈവ പ്രവൃത്തി അവിടെ വെളിപ്പെടുവാനിടയായിത്തീരും. ഇവിടെ യാക്കോബ് അപ്പോസ്തോലൻ പറയുകയാണ്, ആ 13-ാം വാക്യം തുടങ്ങി യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് അവിടെ യാക്കോബ് അപ്പോസ്തോലൻ പറയുകയാണ്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. ഏലിയാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ഏലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തു. ഏലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തെങ്കിൽ ഏലിയാവ് നമ്മെപ്പോലെയുള്ള മനുഷ്യനാണെന്ന് ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്. അതുകൊണ്ട് നാം പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. നീതിമാനായിരുന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ട് ദൈവം വിടുതൽ അയക്കുമെന്ന് ഇവിടെ നമുക്ക് വചനത്തിലൂടെ പറഞ്ഞിരിക്കുകയാണ്. വചനത്തിന് ഒരിക്കലും മാറ്റം വരത്തില്ല. നാം യിരെമ്യാ പ്രവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ 33-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. യിരെമ്യാ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയാണ്, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും.
പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തെ നാം വിളിച്ചപേക്ഷിച്ചാൽ, നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ നാം പകർന്നാൽ, ആ വേദന കണ്ടിട്ട്, നമ്മുടെ നിലവിളി കേട്ടിട്ട് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ പറയുന്നു, നീ അറിയാത്ത മഹത്തായും അഗോചരവുമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, അതുപോലെ തന്നെ ആ 33-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. കർത്താവ് രോഗശാന്തി തരുന്ന ദൈവമാണ്. കർത്താവ് ആരോഗ്യം മടക്കി തരുന്ന ദൈവമാണ്. നമ്മെ സൗഖ്യമാക്കി സമാധാനത്തോടെ നമ്മെ നിർത്തുന്ന ദൈവമാണ്. സത്യത്തിൻ്റെ സമൃദ്ധി നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ വചനത്തിൽ എന്തു പറയുന്നോ അത് നാം ഏറ്റു പറഞ്ഞാൽ, അല്ലെങ്കിൽ അതുപോലെ നാം പ്രാർത്ഥിച്ചാൽ, അത് നമ്മുടെ മനസ്സിലേക്ക് നാം വചനമായിട്ട് കൈക്കൊള്ളുവാൻ തയ്യാറായി തീർന്നാൽ, വചനത്തിന് ശക്തിയുണ്ട്. നാം അത് ഏറ്റെടുക്കുകയാണെങ്കിൽ, നാം കർത്താവിനോട് അപേക്ഷിക്കുകയാണെങ്കിൽ, കർത്താവ് നമുക്കതിന് പ്രതിഫലം തരുന്ന ദൈവമാണ്. നീതിമാൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, യിരെമ്യാ പ്രവചനം 29-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, കർത്താവ് പറയുകയാണ്, പിതാവായ ദൈവം തൻ്റെ പ്രവാചകനായ യിരെമ്യാവിലൂടെ നമ്മോട് സംസാരിക്കുകയാണ്. നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. ദൈവത്തിൻ്റെ ജനമേ, നാം ദൈവസന്നിധി മുഴങ്കാലുകളെ മടക്കി നമ്മുടെ ഹൃദയം ദൈവസന്നിധി പകരുമ്പോൾ, ഏതു വലിയ പ്രശ്നമായിരുന്നാലും, ഏതു മാറാ രോഗമായിരുന്നാലും, ഈ ലോകത്തിലെ വൈദ്യന്മാർ മാറത്തില്ലെന്ന് പറഞ്ഞാലും, ഈ ലോകത്തിലെ എല്ലാവരും നിന്നെ തള്ളിക്കളയുമ്പോഴും നമ്മെ തള്ളിക്കളയാതെ, നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനയറിഞ്ഞ്, നമ്മുടെ സങ്കടമറിഞ്ഞ്, നമ്മെ ദൂരത്തു നിന്ന് കണ്ട് നമ്മുടെ അവസ്ഥയറിഞ്ഞ് നമ്മെ വിടുവിപ്പാൻ ശക്തനായ ഒരു ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ആ കർത്താവിൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നാണ് വചനത്തിൽ പറയുന്നത്. 1 പത്രോസ് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 24 നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. പത്രോസ് അപ്പോസ്തോലൻ ഇവിടെ പറയാണ്, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സൗഖ്യം വരുമെന്നല്ല പറയുന്നത്, വന്നിരിക്കുന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് സൗഖ്യം തന്നിരിക്കുകയാണ്. നാം വിശ്വാസത്തോടെ അത് ഏറ്റെടുക്കുവാൻ തയ്യാറായി തീരണം. ദൈവം കേൾക്കുന്ന ദൈവമാണ്. അവൻ്റെ ചെവി ഇന്നും മന്ദമായി പോയിട്ടില്ല. അവൻ്റെ കരം ഇന്നും കുറുകിപ്പോയിട്ടില്ല. നീതിമാൻ്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. നീതിമാൻ്റെ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമുണ്ട്. നീതിമാൻ്റെ പ്രാർത്ഥന ഫലവത്താണ്. നീതിമാൻ്റെ പ്രാർത്ഥനയ്ക്ക് വളരെ ഫലം തരുന്നതാണ്. അതുകൊണ്ട് നാം ഒരിക്കലും ദൈവസന്നിധിയിൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കാതിരിക്കരുത്. നാം നിരാശപ്പെട്ടു പോകരുത്. നമ്മുടെ മനം കലങ്ങിപ്പോകരുത്. നമ്മുടെ മുൻപിലെ വിഷയങ്ങൾ പർവ്വത സമാനമായ വിഷയങ്ങളായിരുന്നാലും, ആമേൻ, ആർക്കും മാറ്റുവാൻ കഴിയാത്ത വിഷയമായിരുന്നാലും, എത്രമാത്രം കഠിനമേറിയ വിഷയമായിരുന്നാലും, ആരും മാറിപ്പോകത്തില്ലെന്ന് പറഞ്ഞാലും ദൈവം അത് മാറ്റിത്തരുവാൻ ശക്തനായ ദൈവമാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കുവാൻ തയ്യാറായി തീരണം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ യാക്കോബ് പറഞ്ഞത്, എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അത് വളരെ ഫലിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഹല്ലേലൂയ
ഏലിയാവിനെ ഉദാഹരണമായി തന്നുകൊണ്ട്, ഏലിയാവ് മനുഷ്യനായിരുന്നു, ഏലിയാവ് നമ്മെപ്പോലെ ഉള്ള ഒരു മനുഷ്യനായിരുന്നു. യേശു കർത്താവിനോട് പ്രാർത്ഥനയിൽ അപേക്ഷിച്ചപ്പോൾ മഴ പെയ്യാതെ ആകാശം അടച്ചു കളഞ്ഞ ദൈവമാണെങ്കിൽ, ആമേൻ, അതുപോലെ തന്നെ പിന്നെയും ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ആകാശം തുറന്ന് വൻമഴ പെയ്യിച്ചു കൊടുത്ത ദൈവമെങ്കിൽ, നമ്മുടെ വിഷയങ്ങൾ ഏതുമായിക്കോട്ടെ, ഏത് രോഗവുമായിക്കോട്ടെ, ഏത് ബന്ധനവുമായിക്കോട്ടെ, ഏത് പരിഹരിക്കാൻ പറ്റാത്ത വിഷയമായിക്കോട്ടെ, ഏത് രോഗത്തിൻ്റെ അവസ്ഥയിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിലും ആ വിഷയത്തിൻ്റെ മേൽ ദൈവം പ്രവർത്തിക്കും, ദൈവം വിടുവിക്കും. ദൈവനാമത്തെ നമ്മൾ ഉയർത്തുവാനിടയായിത്തീരും. നീതിമാൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ദൈവം കേൾക്കും. വേദനയുള്ള പ്രാർത്ഥന ദൈവം കേൾക്കും. മുഴങ്കാലുകളെ മടക്കുമ്പോൾ ദൈവം നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴുമ്പോൾ ദൈവം അതിനെ മറികടക്കാതെ ദൈവം, ഹല്ലേലൂയ, അതിന് വിടുതൽ തരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം മറന്നു പോകരുത്. ദൈവം നമ്മുടെ സങ്കേതമാണ്. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. ഈ ഭൂമിയിലെ സകല മനുഷ്യരും മാറിപ്പോയാലും, ഈ ലോകത്തിലെ സകല മനുഷ്യരും മാറിപ്പോയാലും നമ്മെ, ഹല്ലേലൂയ, മാറാതെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ദൈവം, സങ്കേതമായി കൂടെയിരിക്കുന്ന ദൈവം, അഭയസ്ഥാനമായി കൂടെയിരിക്കുന്ന ദൈവം, മറവിടമായി കൂടെയിരിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തോടെ നാം ജീവിച്ചാൽ, കർത്താവിനോട് നാം അപേക്ഷിച്ചാൽ അത്ഭുതം ദൈവം ചെയ്യുവാനിടയായിത്തീരും. സങ്കീർത്തനക്കാരനായ ദാവീദ് 145 സങ്കീർത്തനം അതിൻ്റെ 19 വാക്യത്തിൽ പറയാണ്, തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും, അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. നമ്മുടെ കർത്താവ് നമ്മുടെ സമീപത്തുണ്ട്. അവൻ നമ്മുടെ കരം പിടിച്ചിട്ടുണ്ട്. നാം പ്രാർത്ഥിക്കുമ്പോൾ അവൻ പ്രാർത്ഥന കേൾക്കും. അവൻ്റെ ചെവി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തുറന്നിരിക്കുകയാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം ഒരിക്കലും അത് മറന്നു പോകല്ല. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഈ ലോകത്തിൽ ആരെല്ലാം നമ്മെ ഉപേക്ഷിച്ച് കളഞ്ഞാലും ആ കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കൂടെ അന്ത്യത്തോളം അവനുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ, ദൈവസന്നിധി നമ്മുടെ പാപങ്ങളെ നമുക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക്, ഹല്ലേലൂയ, നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രോഗശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് രോഗസൗഖ്യം തരുന്ന ദൈവമാണ്. അവിടുത്തെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുകയാണ്. നമുക്ക് വേണ്ടിയാണ് അവൻ അടിയേറ്റത്, നമുക്ക് വേണ്ടിയാണ് അവൻ തുപ്പലേറ്റത്, നമുക്ക് വേണ്ടിയാണ് അവൻ കാൽവറി ക്രൂശിൽ മരിച്ചത്. അതുകൊണ്ട് പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ആ കർത്താവിൻ്റെ സന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം, നമ്മുടെ വിഷയങ്ങളെ സമർപ്പിക്കാം, നമ്മുടെ രോഗങ്ങളെ അവൻ്റെ സന്നിധി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവിക വിടുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നമുക്ക് സമാധാനം തരുന്ന ദൈവമാണ്, നമുക്ക് ധൈര്യം പകർന്നു തരുന്ന ദൈവമാണ്. ആ കർത്താവിൽ നമുക്ക്, ഹല്ലേലൂയ, പൂർണ്ണമായിട്ട് നമുക്ക് ആശ്രയിക്കാം. അവൻ്റെ മുൻപിൽ നമുക്ക് താഴാം. അതിനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയനായ നല്ല പിതാവേ, അടിയങ്ങളെ കേൾപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. കർത്താവേ, രോഗത്തിലൂടെ കടന്നു പോകുന്ന, വേദനയിലൂടെ കടന്നു പോകുന്ന കർത്താവെ, മക്കളെ എല്ലാം അടിയൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ, അടിയൻ്റെ കുറവിനെ കണക്കിടാതെ കർത്താവ് അവരെ വിടുവിക്കണമേ, രോഗസൗഖ്യം കൊടുക്കണമേ. കർത്താവെ, കുഞ്ഞുങ്ങൾ രോഗികളായിട്ടുള്ളവരുണ്ട് കർത്താവെ, അവരെ സൗഖ്യമാക്കണമേ. കർത്താവെ, അവിടുത്തെ അടിപ്പിണരാനുള്ള സൗഖ്യം അയക്കണമേ. കർത്താവെ, അപ്പ അവിടുന്ന് തൊട്ട് സൗഖ്യമാക്കണമേ. കർത്താവെ, അപ്പൻ്റെ വിടുതലിൻ്റെ കരം നീട്ടുമാറാകണമേ. കർത്താവെ, അവിടുത്തെ വലങ്കരം വീര്യം പ്രവർത്തിക്കുന്ന വലങ്കരമാണല്ലോ കർത്താവെ. ഒരത്ഭുത രോഗസൗഖ്യം കർത്താവ് കൽപ്പിച്ചിരിക്കാൽ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. സകലവേശുപ്പച്ചൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.